ഹലോ, ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണ്. വായു, ജലം, ആകാശം, മണ്ണ്, തീ ഇവയാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ അതിനു പുറമെ ഒരു എനർജി കവറിംഗ് ഉണ്ട്. എല്ലാം ഇവിടെ ഊർജമാണ്. ഊർജത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രസരണമാണ് ഈ പ്രകൃതിയിൽ നടക്കുന്നത്. നമ്മുടെ കൈകൾ മൈക്രോസ്കോപ്പിലേക്ക് ഒന്ന് നോക്കുക, നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കോശങ്ങൾ. എല്ലാം കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കുള്ള ഊർജത്തിന്റെ പ്രവാഹമാണ്. നമ്മിലേക്ക് വരുന്ന ഏതൊരു വികാരവും, ദുഃഖമാകട്ടെ വിരഹമാകട്ടെ, എന്ത് തന്നെയായാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അതിൻ്റെ അടിസ്ഥാന സ്വഭാവം ഒന്ന് തന്നെയാണ്. നമുക്ക് ദുഃഖം വരുന്നതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളവർക്കും, സാമ്പത്തികം ഉയർന്നവർക്കും സാമ്പത്തികം കുറഞ്ഞവർക്കും, ഏതൊരാൾക്കും ആ വികാരം വരുന്നത് ഒരുപോലെയാണ്. അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ആഘാതം ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷേ ചില മനസ്സുകൾ അതിനെ അതിജീവിക്കും. ആ മനസ്സിൻ്റെ കാഠിന്യം കൊണ്ടാണ് അവർ ജീവിതപാതയിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ മനസ്സിൽ ചെറുതായൊന്ന് ആഘാതമേൽപ്പിക്കുമെങ്കിലും ആ മനസ്സിനെ തോൽപ്പിക്കാൻ ആ സംഭവത്തിന് കഴിയില്ല. അവിടെയാണ് നാം മനസ്സിൻ്റെ ബലം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഭൗതികമായ ശരീരത്തിന് ചുറ്റും അദൃശ്യമായ ഊർജ പാളികളുണ്ട്. ഇവയിലെ വൈബ്രേഷൻസ് ആണ് അത് മുകളിലേക്ക് ഉയരുന്നതനുസരിച്ചാണ് നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനുമൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഊർജ പാളികളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുക? ഓരോരോ ഘട്ടങ്ങളായി നാം അതിനെ മുകളിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. ചില മഹാന്മാരുടെ ചിത്രങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരുടെ തലയ്ക്ക് പുറകിലായി ഒരു വെളിച്ചം കാണാൻ കഴിയും. അത് അവരുടെ ഓറയാണ്, അവരിലുള്ള ചൈതന്യമാണ് അത് നമ്മെ കാണിക്കുന്നത്. നമ്മിൽ എല്ലാവരിലും ഇങ്ങനൊരു ചൈതന്യമുണ്ട്. പക്ഷേ നാം അത് മിനുസപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ക്ഷണിച്ചു വരുത്താൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മിൽ അവ കാണാതെ പോകുന്നത്. നമുക്ക് ചുറ്റും നാം കാണാറുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം പകുതി വഴി ഉപേക്ഷിച്ചു പോകാറുണ്ട്. പ്രത്യേകിച്ച് കാരണം ഒന്നും കാണില്ല. പെട്ടെന്നുണ്ടായ ഒരു സംഭവം, അവരുടെ മനസ്സിനേറ്റ ആഘാതം മൂലം അവർ അവരുടെ ജീവിതം അവസാനിപ്പിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരിലുള്ള ആ എനർജി ഫ്ലോ, ഊർജതരംഗങ്ങൾ, അവയുടെ വൈബ്രേഷൻ ഒരുപാട് അങ്ങ് കുറയും. എന്തെങ്കിലുമൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അവരുടെ മനസ്സിന് വിഷമം തട്ടുമ്പോൾ, അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് വാല്യൂ, അതായത് അവർക്ക് അവരോടുള്ള സ്നേഹം, അവർക്കിടുന്ന ഒരു വില, അതൊക്കെ അങ്ങ് തീരെ ഇല്ലാണ്ടായി പോകും. ഇങ്ങനെ പോകുമ്പോൾ അവരിലെ എനർജി ലെവൽ തീരെ കുറഞ്ഞ് അവർക്ക് താൻ ഒന്നുമല്ലെന്നും തന്നെ ഇവിടെ ആവശ്യമില്ലെന്നും എന്തിനാണ് ജീവിക്കുന്നതെന്നും എന്നുള്ള ചിന്ത പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് എത്തും. ആ ഒരു നിമിഷം മറ്റൊന്നും ചിന്തിക്കില്ല. അവനവൻ്റെ മനസ്സ് തന്നെ ജീവിതം മതിയാക്കാൻ നിർബന്ധിപ്പിക്കും. അങ്ങനെയാണ് മനുഷ്യൻ ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്നുള്ള ബോധം, ആ ഒരു തിരിച്ചറിവ് നമ്മിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മിൽ ഈ എനർജി ലെവൽ ഏറ്റവും മുകളിലായിരിക്കണം. അതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നാം പ്രാവർത്തികമാക്കിയാൽ നമുക്ക് നമ്മുടെ സെൽഫ് വാല്യൂ, നമ്മുടെ എനർജി ലെവൽ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും. അതുവഴി നമുക്ക് എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും. നാം ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ചുറ്റും നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നവർ, അതായത് നമ്മുടെ ബന്ധുക്കളാവാം, നമുക്ക് പ്രിയപ്പെട്ടവരാകാം, സുഹൃത്തുക്കളാവാം, പക്ഷേ എല്ലായ്പ്പോഴും നമ്മെക്കുറിച്ച് മോശം സംസാരിക്കും. അവരെപ്പോഴും നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കുറച്ചകലം പാലിക്കുക. നിങ്ങളുടെ മാനസികമായ ആരോഗ്യത്തിന് വേണ്ടി അത് നിർബന്ധമാണ്. നിങ്ങളൊന്ന് ശീലമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മോശമെന്ന് തോന്നുന്ന സാഹചര്യം, മോശമെന്ന് തോന്നുന്ന ആളുകൾ, ഇവയിൽ നിന്നൊക്കെ കുറച്ച് അകലം പാലിക്കാൻ ശ്രമിക്കുക. അവരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പകരം നമുക്ക് തന്നെ
മാറാൻ ശ്രമിക്കാം. അതാണ് ഏറ്റവും ലളിതമായ വഴി. ഒന്നാമതായി നാം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ആളുകൾ, അതാര് തന്നെ ആയിക്കോട്ടെ, അവരിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് മോക്ഷം കൊടുക്കുക. അവിടെ നിന്ന് നിങ്ങൾ കുറച്ച് അകലം പാലിച്ച് പിറകോട്ട് മാറുക. രണ്ടാമതായി, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളവരാവുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ആ ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സന്തോഷം പ്രവഹിക്കും, ഒരു പോസിറ്റീവ് എനർജി. അത് നിങ്ങളുടെ വൈബ്രേഷനെ നിമിഷ നേരം കൊണ്ട് മുകളിലേക്ക് ഉയർത്തും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇല്ലായ്മയെക്കുറിച്ച്, അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പരാതി പറയുമ്പോൾ ഒരു നിമിഷം നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ഒന്നുമല്ലെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയുന്നത്, സംസാരിക്കാൻ കഴിയുന്നത് അതുപോലുമില്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സിൽ നന്ദി നിറയുമ്പോൾ നിങ്ങളുടെ എനർജിയുടെ വൈബ്രേഷൻ മുകളിലേക്ക് ഉയരും. മൂന്നാമതായി, സേവ ചെയ്യുക. നാം ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നിറവാണ്. നമുക്ക് എത്രയൊക്കെ ഇല്ലെങ്കിൽ തന്നെ നാം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള ഒരു നിറവോട് കൂടിയാണ് മറ്റൊരാൾക്ക് ഒരു സാധനം കൊടുക്കുന്നത്. ആ ഉണ്ടെന്നുള്ള ആ ചിന്ത, അത് നിങ്ങളുടെ വൈബ്രേഷനെ മുകളിലേക്ക് ഉയർത്തും. നിങ്ങൾക്ക് മനസ്സിലാകെ ഒരു സന്തോഷം തോന്നും. നാലാമതായി നാം ചെയ്യേണ്ടതാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഒരിടത്ത് ശാന്തമായിരുന്ന് നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആ ശ്വാസം കുറച്ച് സമയത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. 4, 7, 8 എന്ന ക്രമത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. 4 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം ദീർഘമായി എടുത്ത് 7 സെക്കൻഡ് ആ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. നാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അധികമായിട്ടുള്ള ഓക്സിജൻ, അത് നമ്മുടെ തലച്ചോറിലുള്ള ഓരോ കോശങ്ങൾക്കും സന്ദേശം കൊടുക്കും. ശരീരം മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ആവാനുള്ള സന്ദേശം. ഇത് കാരണം നമ്മിലുള്ള ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ പതിയെ പതിയെ കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടും. ധ്യാനത്തിലൂടെ നാം ഈ പ്രപഞ്ചത്തിലെ വൈബ്രേഷനുമായി നമ്മുടെ മനസ്സ് താളത്തിലാവുകയും അത് നമ്മുടെ വൈബ്രേഷനെ പ്രപഞ്ച വൈബ്രേഷൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് വരും സൗഹൃദയാത്രയിൽ പങ്കുവയ്ക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ, അവയിൽ ചിലതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും. അത് കാരണം നിങ്ങൾക്ക് ഏതൊരവസ്ഥയെയും അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവുകയും നിങ്ങൾ ജീവിത വഴിയിൽ ഒരു സംശയവുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. എല്ലാവർക്കും ശുഭദിനം.